ഹലോ ഗൈസ്, കൗശീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ പ്രാവശ്യവും മോനാണ് വോയിസ് ഓവർ കൊടുക്കാറ്. ഇന്ന് ഞാനൊന്ന് കൊടുത്തു നോക്കാൻ വിചാരിച്ചിട്ട് തുടങ്ങിയത്. ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോവാം വയനാട്ടിലേക്ക്. 2-3 ദിവസം ഒഴിവായിരുന്നല്ലോ വിജയദശമിയായിട്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കഴിച്ചു വഴിയിൽ നിന്ന്. അങ്ങനെ ആദ്യം പോയത് കാരപ്പുഴ ഡാം കാണാനാണ്. അവിടെ കുറേ റൈഡുകളൊക്കെ ഉണ്ട്. കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു, ഞങ്ങളെ ഫാമിലിയിലെ കസിൻസും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ അവിടെ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ അവർ കയറി കളിച്ചു, അവർ കുറേ എൻജോയ് ചെയ്തു. അവർക്കായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവർക്ക് എല്ലാവരും കൂടി ഒത്തുകൂടുക വളരെ അപൂർവമായിട്ടുള്ള സമയങ്ങളിലാണ് ഇങ്ങനത്തെയൊക്കെ. അവർ നന്നായി എൻജോയ് ചെയ്തു. അതിന് ശേഷം ഞങ്ങൾ നമ്മളെ ഈ പൂപ്പൊലി നടക്കാറുണ്ടല്ലോ വയനാട്ടിൽ എല്ലാ വർഷവും, അവിടേക്കാണ് പോയത്. പക്ഷേ അവിടെ അതിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ കഴിഞ്ഞിരുന്നു. ജനുവരി മാസത്തിലാണല്ലോ ഉണ്ടാവാറ്. അവിടെ ഗാർഡനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പൊക്കെ ഇതായിരുന്നു. ഇനിയിപ്പം തുടങ്ങാൻ ജനുവരിയിലല്ലേ, അപ്പം ഇനി 2-3-4 മാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോഴത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അവിടെ. പിന്നെ കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ കോഴി, താറാവ്, പിന്നെ പ്രാവുകൾ, അങ്ങനത്തെ കുറച്ച് ഇങ്ങനെ കുറച്ച് മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റി. പിന്നെ കൂടുതലായിട്ടും കുട്ടികൾക്ക് കളിക്കുകയായിരുന്നു. കുറേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഊഞ്ഞാൽ അങ്ങനത്തെയൊക്കെ ഒരുപാടുണ്ട്. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഇങ്ങനെ ഈ ഗരുഡൻ്റെ പ്രതിമകളുണ്ട്, പിന്നെ ആനേൻ്റെ അങ്ങനെയുണ്ട്. എല്ലാവരും നന്നായിട്ട് ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യുക വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് ഞങ്ങൾ. ഇങ്ങനെ എന്നും എല്ലാവർക്കും ജോലി തിരക്കും ഒക്കെ അല്ലേ. അപ്പം വെക്കേഷനൊക്കെ 2-3-4 ദിവസം കിട്ടിയതാണ് ഈ പ്രാവശ്യം വിജയദശമി ആയിട്ട്. അപ്പോൾ പിന്നെ ഒരു ദിവസം അങ്ങനെ ഇറങ്ങിയതാണ് എല്ലാവരും കൂടി. എല്ലാവരും അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കുന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടാണ് പോയിരുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കൊണ്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ പോയത് ഇവിടേക്കാണ്, ഇടയ്ക്കൽ ഗുഹയ്ക്ക് പോയി. അവിടെ ഭയങ്കര കയറ്റാണ്, കയറാൻ ഒരുപാടുണ്ട്. ചിലർക്കൊക്കെ കുറച്ച് കയറിയപ്പോഴേക്കന്നെ മതിയായി, വയ്യാതെ അയക്കുന്നു, കാലുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും ഇവരൊക്കെ അവിടെ പകുതിയായപ്പോൾ നിന്നു. ഞങ്ങൾ കുറച്ച് പേര് കയറി കാണാമെന്നുള്ള ഇതിൽ അങ്ങനെ കയറി. ഇത് എൻട്രിയാണ്. ഫസ്റ്റ് കയറുമ്പം തന്നെ അവിടെ അങ്ങനെ ഒരു അമ്പലത്തിൻ്റെ ഒരു എന്താണെന്നൊന്നും എനിക്കറിയില്ല, അങ്ങനത്തെയൊക്കെ ഒരു കാണാനുണ്ട് അവിടെ. പിന്നെ ഇടയ്ക്കൽ ഗുഹേനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, മുകളിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നുണ്ട്. അവിടെ ഒരു ഗൈഡൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലെത്തിയാൽ അവർ കുറേ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ എല്ലാ പഴയ ആദിമ മനുഷ്യരെ പറ്റിയിട്ടും അവർ താമസിച്ചിരുന്നോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഴയ ആദിമ മനുഷ്യരെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അവരവിടെ താമസിച്ചതിനെ പറ്റിയിട്ടും അവർക്ക് മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അവരിങ്ങനെ ഓരോ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു, അങ്ങനെയൊക്കെയാണ് അവിടെ കഴിഞ്ഞത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ അവർ നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ പിന്നെ പോന്നു. ഇങ്ങനെ അവിടെ അടുത്ത് തന്നെയാണ് ഒരു കസിൻ്റെ വീടുണ്ടായിരുന്നു, അവിടെയും പോയി ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.